ഹിന്ദോളം എന്ന് പറഞ്ഞ രാഗമുണ്ട്. ഹിന്ദോള രാഗത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കൃതിയാണ് സാമജവരഗമന എന്ന് പറഞ്ഞൊരു പാട്ട്. അതിൽ ദേവരാജൻ മാഷ് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് ഹിന്ദോളമാണെന്ന് കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ ആ ഹിന്ദോളത്തിൻ്റെ ആ സത്യങ്ങനെ കടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. വെൺചന്ദ്രലേഖയോരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ വെൺചന്ദ്രലേഖയോരപ്സരസ്ത്രീ എന്ന് പറഞ്ഞൊരു പാട്ട്. ഈ പാട്ട് ഹിന്ദോളമാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ വല്ലാത്തൊരു രോമാഞ്ചമാണ്. ആ ഹിന്ദോളത്തിന് അങ്ങനെ ഒരു പാട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ നമ്മളൊരു കടൽ പോലെയാണ് നമ്മൾ കാണുന്നത്. ആ ശാസ്ത്രീയ സംഗീതത്തെ ഇത്രയും ഒരു സോഫ്റ്റായിട്ട് വളരെ ലളിതമായിട്ട് ആളുകളിൽ എത്തിക്കാനായിട്ടുള്ള ഒരു പ്രാപ്തിയുള്ള ഒരു മഹാവിദ്വാനാണ് നമ്മുടെ ദേവരാജൻ മാഷ്. അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതം പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടണമെന്ന് നിർബന്ധമില്ല. ഈ ശാസ്ത്രീയ സംഗീതം പഠിച്ച ആൾക്കാർ ഈ പാട്ട് പാടുമ്പോൾ ഗമങ്ങൾ വരും. അത് വരാൻ പാടില്ല. എവിടെയൊക്കെ ഗമങ്ങൾ വരുത്താൻ പാടില്ല എന്നറിയുന്ന ഒരു അറിയും കൂടി ലളിതഗാനം പാടുമ്പോൾ നമുക്ക് ഉണ്ടാവണം.